നമസ്കാരം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുന്നു. ശേഷാദ്രിനാഥന്റെ BJP അനുകൂല നിലപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് ആഭ്യന്തരമന്ത്രിയെ കണ്ടു. സംഘ് പരിവാർ അനുകൂലിയായ ഉദ്യോഗസ്ഥനെ പ്രധാനപ്പെട്ട പദവിയിൽ തീരുമാനിച്ചത് എന്തിനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. KPCC ആസ്ഥാനം എന്നാണ് RSSന് വിട്ടുനൽകുന്നത് എന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. ഒരു പുതിയ വിവാദം കൂടി ഭരണ മുന്നണിയെ തേടിയെത്തുകയാണ്. ഇതിൽ കോൺഗ്രസിലും ഉൾപിരിവുകൾ വളരെ രൂക്ഷമാണ്. എന്തായിരിക്കും ഈ വിവാദത്തിന്റെ പരിണിത ഫലം എന്ന് പരിശോധിക്കാം. PM നിയാസ് കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ A സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ K സരുൺകുമാർ CPM, ശ്രീ ഉല്ലാസ് ബാബു BJP എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ N ശ്രീകുമാർ, എന്തൊക്കെയാണ് ഈ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിയമനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നമാവുകയാണ്. പ്ലീഡർ നിയമനം വന്നപ്പോൾ ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൊള്ളക്കാരുടെ അഭിഭാഷകനായി പ്രവർത്തിച്ച വ്യക്തിയെ പ്ലീഡറാക്കി വെച്ചത്, സ്പെഷ്യൽ പ്ലീഡറാക്കി ഒരു തസ്തിക ഉണ്ടാക്കി വെച്ചതും പിന്നീട് പിൻവലിച്ചതും നമ്മൾ കണ്ടു. ഇതായിപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശുപാർശ ചെയ്യേണ്ട ആളെ കുറിച്ചെടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനവും വിവാദമാവുകയാണ്. കോൺഗ്രസിനകത്ത് വലിയ ഉരുൾപൊട്ടൽ അക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു. ഈ വടംവലി സഹിക്കാനാണോ കോൺഗ്രസിനെയും UDFനെയും ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഭരണരഥത്തിലേറ്റിയത്? നോക്കൂ ശ്രീ അഭിലാഷേ, UDF അധികാരത്തിൽ വന്ന ശേഷം മാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹവുമൊക്കെ അവരെ കുറച്ചധികം നിരീക്ഷിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഓവർ നിരീക്ഷണം അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതെല്ലാം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം PSC നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ KSRTCയിലെ സൗജന്യ യാത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അത് ജീവിതാനുഭവങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഈ സർക്കാരിനെ വിലയിരുത്താൻ പ്രേരിപ്പിക്കുന്നതും. പക്ഷെ നമ്മൾ ഓരോ ഘട്ടത്തിലും നിയമനം സംബന്ധിച്ചും അതുപോലെ ഓരോ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നടപടിയും ഇങ്ങനെ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരുണ്ടാകാം, അതിനെ എതിർക്കുന്നവരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തെക്കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ അല്ലല്ലോ, നമ്മുടെ തദ്ദേശ ഇലക്ഷൻ നടത്താൻ വേണ്ടിയാണ് പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് ഒരു RSS സംഘപരിവാർ ബന്ധമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ശ്രീ PM നിയാസ് ആരോപിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ആ ആരോപണം ശ്രീ നിയാസിന്റെ ആരോപണമായിട്ട് നിൽക്കുകയാണ് 2 ദിവസമായിട്ട്. അതിൽ വേറെ ആരും അത് അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. പിന്താങ്ങിക്കൊണ്ട് വന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ്. അപ്പൊ എന്തായാലും CPM അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ മുഴുവൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേൾക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ എന്താ പറഞ്ഞത് എനിക്കറിയില്ല. അതെന്തായാലും ഈ ചർച്ചയ്ക്കുള്ളിൽ എന്തായാലും ഉയർത്തിരിഞ്ഞ് വരുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ UDFന്റെ ഓരോ നിയമനത്തെക്കുറിച്ചും നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വരികയാണെങ്കിൽ എന്നും അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു നിയമനം എന്ന് പറയുന്നത് ആ നിയമിക്കുന്ന ആളുടെ വിശ്വാസമാണ്. മുഖ്യമന്ത്രി ഒരാളെ നിയമിക്കുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് വിശ്വാസമാണ് ആ നിയമിക്കപ്പെടുന്ന ആൾ ആ ജോലിയോടെ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു പരിപൂർണ കോൺഗ്രസ്സുകാരനായ ഒരാളെ ഈ തസ്തികയിലേക്ക് നിയമിച്ചിരുന്നുവെങ്കിൽ ഇവിടെ വിമർശകർ പറയുന്നത് എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. കാരണം തദ്ദേശ വാർഡുകൾ അത് ഡീലിമിറ്റേഷൻ വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറ്റാൻ എന്നും അവർ പറയും. ഇനി അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 10-30 വാർഡിലത്തെ ഇലക്ഷൻ പെൻഡിങ് ഉണ്ട്, ഇനി നടക്കാനുണ്ട്. അതിന്റെ കാര്യം കൂടെ ഒക്കെ എടുത്തു പറയും. അപ്പൊ വിമർശനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലവും അത് ഉൾക്കൊള്ളും, അത് വരും. ഇപ്പൊ അത് കൂടും. കാരണം എന്താ വെച്ചാല് VD സതീശനെ കുറിച്ചൊരു ഓവറായിട്ടുള്ള ഒരു ചിന്ത നമുക്കിടയിലുണ്ട്. കാരണം വരുമ്പം തന്നെ എല്ലാം നടപ്പാക്കുന്ന ഒരാളെ എന്നൊരു ധാരണ എങ്ങനെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് UDFന്റെ അമിതഭാരമുണ്ട് എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നു. നോക്കാം നമുക്ക് എന്തായാലും. PM നിയാസ് നമ്മോടൊപ്പം. PM നിയാസ്, ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള നിയമനം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് പോലെയോ പ്ലീഡർമാരുടെ ആളുകളെ തീരുമാനിക്കുന്നത് പോലെയോ ഒരു രാഷ്ട്രീയ തീരുമാനമായി എടുത്ത് സംഘടനാ ബന്ധമുള്ള ഒരാളെ നിയമിക്കുന്ന പ്രക്രിയ അല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും അതിൻ്റെ ഇലക്ടറൽ റോളിന്റെയും ചുമതലയുള്ള സംവിധാനമാണ്. എന്നിരിക്കെ
അതിനകത്ത് രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാണിച്ച് ഒരു പോരാട്ടത്തിന് ഇറങ്ങേണ്ട കാര്യം എന്താണ്? നോക്കൂ, ഇത് ഈ നിയമനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ കമ്മീഷൻ്റെ ഒരു സുപ്രധാനമായ പദവിയാണ്. ഈ പദവി ഒരിക്കലും ഒരു ജില്ലാ ജഡ്ജിൻ്റെ പ്രൊമോഷൻ പോസ്റ്റല്ല. ഈ പദവി ഒരിക്കലും ഒരു ജില്ലാ ജഡ്ജ് ഹൈക്കോടതി ആവുന്നതിനോ അല്ല ഹൈക്കോടതി ജഡ്ജ് സുപ്രീം കോടതി ആവുന്നതിനോ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കി പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ മാർക്കിട്ട് കൊണ്ടുപോകേണ്ട കാര്യമല്ല. ഇതിൽ ജില്ലാ ജഡ്ജ് ആവണം നിർബന്ധമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഷാജഹാൻ എന്ന് പറയുന്നത് റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്. അതുപോലെ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥർ, റിട്ടയർഡായിട്ടുള്ള ഒരു വലിയ പദവി വഹിച്ച ആരെ വേണമെങ്കിലും നിയമിക്കാൻ കഴിയുന്ന ഒരു പദവിയാണ് കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചീഫ് സെക്രട്ടറിയെ നിയമിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ AGയെ നിയമിച്ചാൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്താൽ AGയെ മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് പദവികൾ നമുക്ക് സെക്രട്ടറിമാരെ വെച്ച് കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. എന്നാൽ ഈ പദവി വെച്ച് കഴിഞ്ഞാൽ ആ പദവിയിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഗവർണർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ അതിനൊരു സംവിധാനമുണ്ട്. അത് പ്രകാരം അദ്ദേഹത്തിനെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിലൂടെ മാത്രമേ മാറ്റാൻ കഴിയൂ. അത് ഗവർണറും ഇംപീച്ച്മെൻറ്റ് കഴിഞ്ഞ് ഗവർണറും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി സൂചിപ്പിച്ചത് 73-74 ഭരണഘടനാ ഭേദഗതികൾ രാജ്യം കൊണ്ടുവന്നു കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ ഉണ്ടായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ത്രിതല സംവിധാനം ഉറപ്പാക്കാനാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി ഒരു ഭരണഘടനാ പദവിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്. ആ ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളെ റിമൂവ് ചെയ്യാൻ, ഒരു ജഡ്ജിയെ, ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യാനുള്ള അതേ പ്രോസസ്സുണ്ട്. അതിനർത്ഥം ആ പദവിയുടെ പ്രാധാന്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പദവിയിലേക്ക് രാഷ്ട്രീയ ബന്ധം നോക്കിയാണോ ഒരാളെ നിയമിക്കേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. ഞാനും അത് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ ബന്ധമുള്ള ആളെ, രാഷ്ട്രീയമായി അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെ നിയമിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ തവണ ഷാജഹാൻ നല്ല ഉദ്യോഗസ്ഥനായി. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഉദ്യോഗസ്ഥൻ. ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള പദവി വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നോ? അല്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇതേപോലെ തന്നെ ജില്ലാ ജഡ്ജായിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ, ഗവൺമെൻറ് ലോ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണല്ലോ കഴിഞ്ഞ തവണ LDF തീരുമാനിച്ചത്. ആ LDF തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കലായി അഫിനിറ്റി CPM-നോട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നല്ലതായിട്ടും അദ്ദേഹത്തെ മാറ്റി. KG സനൽകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് കേരളത്തിലെ അന്നത്തെ മന്ത്രിസഭ പാസ്സാക്കി കൊടുത്തതാണ്. അത് വെക്കരുത് എന്ന് തീരുമാനമെടുക്കാനുള്ള അഭ്യർത്ഥിക്കാനുള്ള കാരണം അതായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയുന്നത്? ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളൊരു വ്യക്തി വന്നാൽ, കഴിഞ്ഞ തവണ ഷാജഹാൻ വന്നപ്പോൾ 941 പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ അശാസ്ത്രീയമായി ഒരു നിയമപരമായിട്ടുള്ള ഒന്നും വകവെക്കാതെ അശാസ്ത്രീയമായി വെട്ടിമുറിക്കപ്പെട്ടു. എൻ്റെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡിൽ 10,400 പേരും ഒരു വാർഡിൽ 800 പേരുമാണ്. 800 പേരുള്ള വാർഡിൽ നിന്നും BJPക്ക് ജയിക്കാൻ ഇടയായി. അങ്ങനെ അശാസ്ത്രീയമായി ഒരു വാർഡ് വിഭജനം ഉണ്ടാക്കുകയും ആ വാർഡ് വിഭജനത്തിനെ കുറിച്ച് ജുഡീഷ്യസായി അന്തിമ തീരുമാനമെടുക്കേണ്ട ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തികച്ചും ഏകപക്ഷമായി 99% കേസുകളിലും തികച്ചും ഏകപക്ഷീയമായി യാതൊരു നീതിബോധവും ഇല്ലാതെ അദ്ദേഹം തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഹൈക്കോടതിക്ക് പോലും ബൈൻഡിംഗായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നിയമം. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് നഷ്ടപ്പെടാനിടയായത്. തിരുവനന്തപുരത്ത് BJPക്ക് 50 സീറ്റ് നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഞങ്ങളും പറയുന്നത് അങ്ങനെയാണ്. ഇദ്ദേഹത്തെ എനിക്കറിയും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജനിച്ചു വളർന്നത്, ഞാൻ കൗൺസിലറായിരുന്ന ചാലപ്പുറത്തെ നമ്മുടെ തളിയിൽ പ്രദേശത്താണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം അവിടെയാണ്. അദ്ദേഹം അവിടെ സ്കൂളിൽ
പഠിച്ചതും കോളേജിൽ പഠിച്ചതും ഞങ്ങൾ ഒന്നിച്ചാണ്. കോളേജിൽ അദ്ദേഹവും ഞാനും ഒന്നിച്ച് ഒരേ ബാച്ചിൽ ജൂനിയർ സീനിയറായി പഠിച്ച ആൾക്കാരാണ്. അതിനുശേഷം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹം SFIക്കാരനും ഞങ്ങൾ SFI പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ മത്സരിച്ച വ്യക്തിയാണ്. അത് ഒരു തവണ ജയിക്കുകയും ഒരു തവണ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ്. അതിനുശേഷം SFIയുടെ ഭാരവാഹിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മഞ്ചേരി സുന്ദരരാജൻ്റെ കൂടെ അദ്ദേഹം കോഴിക്കോട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതേ കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹത്തിന് ജുഡീഷ്യൽ സർവീസിൽ കിട്ടി. അദ്ദേഹം ജുഡീഷ്യൽ ഓഫീസറായി നിൽക്കുന്ന കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടി ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലമായി ജുഡീഷ്യൽ ഓഫീസർമാർക്കിടയിലുള്ള സംഘപരിവാർ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ലഭിക്കുകയും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം എന്തിനാണ് ലക്ഷദ്വീപിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്? അന്നത്തെ ലക്ഷദ്വീപിൽ BJPയുടെ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ജില്ലാ ജഡ്ജിയായി അവിടെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു നിങ്ങൾ പരിശോധിക്കണം. ഇനി ഒക്കെ പോട്ടെ, അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്തില്ല. അദ്ദേഹം ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ്. എനിക്കൊരു ഒന്നും മറക്കാനില്ലെങ്കിൽ എനിക്കൊരു നിയമനം കിട്ടിയ അന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടുകളും ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, അതേപോലെ പിന്നെ ഇൻസ്റ്റഗ്രാം എല്ലാം അപ്രത്യക്ഷമാകുകയാണ് ഒരു ദിവസം. ഞാൻ ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ അപ്രത്യക്ഷമായ എല്ലാ അതും റിട്രീവ് ചെയ്ത് അത് പരിശോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. 15 കൊല്ലത്തെ അദ്ദേഹത്തെ ഇൻ്റലിജൻസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ കോൺഗ്രസ്സുകാരനെ വെക്കണമെന്നോ അല്ലെങ്കിൽ താങ്കൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ആരാണ് ഇദ്ദേഹത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തീരുമാനിച്ചത്? സംസ്ഥാന മന്ത്രിസഭയാണ്. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി ഈ വിഷയം വരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നോമിനി അല്ല. തദ്ദേശ വകുപ്പ് അറിഞ്ഞുകൊണ്ടാണെന്ന് അതിന്റെ വകുപ്പ് മന്ത്രി പറഞ്ഞു. പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നോമിനി അല്ല. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റ് UDF ഘടകകക്ഷികളുടെയും മന്ത്രിമാരിരിക്കുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം ഘടകകക്ഷികളുടെ ആരുടെയും നോമിനി അല്ല. അപ്പോൾ അദ്ദേഹം RSSകാരനാണെങ്കിൽ, അല്ലെങ്കിൽ RSSന്റെ ജുഡീഷ്യൽ സർവീസ് സംഘടനകൾക്കോ അല്ലെങ്കിൽ അതിന്റെ ഇക്കോസിസ്റ്റത്തിനോ വേണ്ടി പ്രവർത്തിച്ച ആളാണെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന മന്ത്രിസഭ അദ്ദേഹത്തെ തീരുമാനിക്കുക? അഭിലാഷേ, തെറ്റുകൾ ആർക്കും സംഭവിക്കും. കേരളത്തിൽ നമ്മൾ ഇതേ മന്ത്രിസഭ എടുത്ത തീരുമാനമാണല്ലോ. ദേവസ്വം ബോർഡ് ഗവൺമെൻറ് പീഡറെ നമ്മൾ നിയമിച്ചല്ലോ. ആ നിയമനം വന്നപ്പോൾ നമുക്ക് തെറ്റിയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതെങ്ങനെയാണ് തെറ്റിയതെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതാണല്ലോ. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. ഇത് ഔട്ട് ഓഫ് അജണ്ടയായി വന്നതുകൊണ്ട് വേണ്ടത്ര അവധാനതയോടുകൂടി എല്ലാവർക്കും പരിശോധിക്കുവാനും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും സമയം കിട്ടിയില്ല. ആ സമയം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തെ ബോധ്യമുള്ള ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനിതൊന്ന് വായിക്കാം. ഞാൻ അങ്ങയുടെ താല്പര്യപ്രകാരം ഞാൻ വായിക്കാം. ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ അതിൻ്റെ പ്രസക്തമായ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ദ വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് അണ്ടർ ഡീലിമിറ്റേഷൻ ആക്ട് 2002 ടു ഡീലിമിറ്റ് ദ ബൗണ്ടറീസ് ഓഫ് അസംബ്ലി ആൻഡ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസീസ് ഇൻ ദ സ്റ്റേറ്റ്. State Election Commission is also the chairman of the State Delimitation Commission, constituted from time to time to delimit the constituencies of Panchayat and wards of municipalities, municipal corporation of state. Idu koodade Delimitation Commission of India consists of 3 full-time members. According to the Delimitation Act 2002 and the proposed Delimitation Bill 2026, these members are a chairperson, a serving or retired judge of the Supreme Court appointed by the central government. Central government ആരാ? BJP. 2 ex officio member. ഒന്നാമത്തത് the chief election commissioner, അദ്ദേഹത്തെ നിയമിക്കുന്ന ആരാ? കേന്ദ്ര ഗവൺമെന്റ്. മൂന്നാമത്തത് ex officio member, the state election commissioner of the concerned state or the union territory being delimited. എന്ന് പറഞ്ഞാൽ 3 പേരാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മീഷൻ ഉള്ളത്. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണവും BJP വരുന്നു. മൂന്നാമത്തത് BJPക്ക് അനുകൂലമായ, BJPക്ക് താല്പര്യമുള്ള ഇന്നലെ നടന്ന എല്ലാ ചർച്ചകളും, എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാർ വന്ന ചർച്ചയിൽ BJP പ്രതിനിധി എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ എന്തായാലും നിയമിക്കണം, ഇദ്ദേഹത്തെ എന്താ യോഗ്യത എന്ന ഏറ്റവും കൂടുതൽ ശബ്ദിച്ചതും വാദിച്ചതും BJPയുടെ പ്രവർത്തകരായിരുന്നല്ലോ, BJPയുടെ പ്രതിനിധിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തെ വെക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധി ഉള്ളത് BJPക്കാണ്. ആ BJPക്ക് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് BJPക്ക് താല്പര്യമുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കേരളത്തിന്റെ മന്ത്രിസഭ അത് നടത്തിക്കൊടുക്കുക? BJPയുടെ നിർബന്ധ ബുദ്ധി നടത്തിക്കൊടുക്കാനാണോ UDFന്റെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്? ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാകാം.
ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാകാം, ഞങ്ങൾ തെറ്റ് തിരുത്തി. ആശ്ചര്യജനകമാണ്. സ്പെഷ്യൽ ഗവൺമെന്റ് പീഡറെ ഞങ്ങൾ മാറ്റി, ഞങ്ങൾ കേക്ക് ഞങ്ങൾ മാറ്റി, എത്ര നിയമനങ്ങൾ ഞങ്ങൾ വെച്ചത് മാറ്റി. ആ മാറ്റാൻ ആവശ്യമായ ഒരു അത്യാവശ്യമുള്ളത് ഇത് ഇന്നത് കൊണ്ടാണ്. അപ്പൊ ഇന്നത് കൊണ്ടാണ് ഇതിൽ നിർബന്ധം പിടിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ദുരൂഹമായി അഭിലാഷ് ഇന്ന് രാവിലെ അഭിലാഷിന്റെ എല്ലാ സോഷ്യൽ മീഡിയകളും ഇന്ന് രാവിലെ അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വരണമെങ്കിൽ അതിനൊരു ദുരൂഹതയില്ലേ? ആ ദുരൂഹത കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് എന്തിനാണ് പഠിക്കുന്നത്? പിന്നെ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു മിനിറ്റ് പഠിക്കുന്ന കാലത്ത്, അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വിഭിന്നമായ, ഒന്ന് LDFന്റെ CPMന്റെ ഭാഗം, മറുഭാഗത്ത് BJPയുടെ ഭാഗം, ഈ രണ്ട് ഭാഗത്തുമുള്ള ഒരു പാർട്ടിസാനായിട്ടുള്ള, ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ വെറ്റുന്നതിനുള്ള എൻ്റെ പാർട്ടിയുടെ തീരുമാനം ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെയാണ് അറിയിച്ചത്. ആ പ്രസിഡന്റിനെ അറിയിക്കാനുള്ള ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ്. ആ തീരുമാനം പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും ദിവസമായിട്ടും അത് തീരുമാനമാകാതെ പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയിട്ടുള്ളത്. ശരി, മന്ത്രിസഭ തീരുമാനിച്ചു. എന്തായാലും ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ അരുൺകുമാർ, N. ശേഷാദ്രിനാഥൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവണം എന്നുള്ളത് BJPയുടെ നിർബന്ധ ബുദ്ധിയാണ് എന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ പറയുന്നു. ആ തീരുമാനം എടുത്തത് കോൺഗ്രസ് നയിക്കുന്ന മന്ത്രിസഭയാണ്. ഇതെന്ത് കൂത്താണെന്ന് സ്വാഭാവികമായിട്ടും കാണുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. ഈ കാര്യത്തിൽ നിങ്ങൾ കക്ഷി ചേരുന്നുണ്ടോ? അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യപ്രകാരമാണെന്നോ അതിൽ ദുരൂഹതയുണ്ടെന്നോ ഉള്ള ആരോപണം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N. ശ്രീകുമാറുമായി ഇതേ വിഷയത്തിൽ ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്കിരുന്നതാണ്. ഇന്നലെയും ഇന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടും ശ്രീ N. ശ്രീകുമാർ പറഞ്ഞത് PM നിയാസ് മാത്രമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. PM നിയാസ് മാത്രം, മറ്റാരും ആരോപണം ഉന്നയിച്ചില്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ PM നിയാസ് ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ച വാക്കുകളെല്ലാം ഞങ്ങൾ എന്നാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം പേർ ഉണ്ട് എന്നതാണ് ഈ ഞങ്ങൾ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞല്ലോ, BJPയുടെ ഇംഗിതം കോൺഗ്രസിന്റെ മന്ത്രിസഭ UDFന്റെ മന്ത്രിസഭ നടപ്പാക്കി. പണ്ട് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്ക് 30 സീറ്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് 30 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഏതായാലും കേരളത്തിൽ 3 സീറ്റുള്ള BJP കേരളം ഭരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. എങ്ങനെയാണ് BJPയുടെ ഇംഗിതം UDFന്റെ മന്ത്രിസഭയിലൂടെ നടപ്പാക്കപ്പെടുന്നത്? അത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, KG സനൽകുമാർ ഒരു ലോ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരുന്നു. അദ്ദേഹത്തെ നിയമിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭ മാർച്ച് 11 തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വളരാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊസിഷനിൽ ഒന്നാണ് ലോ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ശുപാർശ നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഗവർണർ അംഗീകരിക്കുന്നില്ല. ഹൈക്കോടതിയുടെ കൺകറൻസ് ഇല്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ മാർച്ച് 26 ഹൈക്കോടതിയുടെ കൺകറൻസ് കൃത്യമായി കൊടുക്കുന്നു, സാങ്ഷൻ കൊടുക്കുന്നു, എന്നിട്ടും പരിഗണിക്കുന്നില്ല. അവിടെ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവ് ഒബ്ജക്ഷനും രേഖപ്പെടുത്തി. എന്നിട്ട് അത് തടഞ്ഞു വെച്ചു, അതിൽ തീരുമാനമായില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഈ ശേഷാദ്രിനാഥിന്റെ പേര് വന്നത്? ഇപ്പൊ ഇവിടെ പറയുന്നു ലീഗല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പല്ല. ശ്രീ PM നിയാസിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്താൽ ഏതായാലും ഈ പേര് വന്നത് കോൺഗ്രസിൽ നിന്നല്ല. പിന്നെ എവിടെ നിന്നാ വന്നത്? അത് ഗവർണറിൽ നിന്നാണോ? BJP ഗവർണറിലൂടെ കൊണ്ടുവന്നതാണോ? അതോ BJP ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണോ? ഇത് കൃത്യമായിട്ട് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, UDFന്റെ കൺവീനർക്കുണ്ട്. ഈ 2-3 ദിവസമായി ഈ വിവാദം പൊതുസമൂഹത്തിലുണ്ട്. എന്തിയെ KPCCയുടെ നിരവധി നേതാക്കന്മാരുണ്ടല്ലോ, KPCC പ്രസിഡന്റ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാത്തത്? ഇന്നലെ ആകെ അഭിപ്രായം പറഞ്ഞത് ശ്രീ N. ശ്രീകുമാർ മാത്രമാണ്. അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി പെട്ട പാട് ഇത് കണ്ട എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. അതുപോലെ UDFന് കൺവീനർ ഉണ്ടല്ലോ, മറ്റു നേതാക്കന്മാരുണ്ടല്ലോ, ഒരാളും പറഞ്ഞില്ല. അതായത് ഈ കേരളത്തിൽ BJPയുടെ ഐശ്വര്യമായി ശ്രീ VD സതീശൻ മാറിയിരിക്കുന്നു, അതോ കേരളത്തിലെ ശരിക്കും കോൺഗ്രസിന്റെ ഐശ്വര്യമായിട്ട് ശ്രീ നരേന്ദ്രമോദി മാറിയിരിക്കുന്നു? ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വാദിയുടെ അഭിഭാഷകൻ നേരെ പ്രതിയുടെ വാദിയുടെ ഒക്കെ കണ്ടു. അതായത് U-turn തിരിഞ്ഞ് 40 ദിവസം കൊണ്ട് എത്ര തവണയാണ് U-turn തിരിഞ്ഞത്?
വാക്കങ്ങനെ മാറ്റില്ല, വാക്ക് ഒരിക്കലും മാറ്റില്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആ തോട്ടപ്പള്ളിയിൽ നടത്തിയ പ്രസംഗമൊക്കെ ഉണ്ട്. മന്ത്രിസഭ അങ്ങ് വന്നോട്ടെ, ആദ്യത്തെ യോഗത്തിൽ തന്നെ കരിമണൽ ഖനനം ഞങ്ങൾ റദ്ദു ചെയ്യും എന്ന് പറഞ്ഞ ആ മുഖ്യമന്ത്രി ആ യൂട്ടേണിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ വിജയിപ്പിച്ചത് UDF-നെയാണെങ്കിലും ഭരിക്കുന്നത് BJP ആണ്. ശരി, ഇതിൽ യൂട്ടേൺ ഉണ്ടാകുമോ? കാത്തിരിക്കണം. പറഞ്ഞേ പറ്റൂ. ശരി, എന്തായാലും മന്ത്രിസഭ തീരുമാനിച്ച കാര്യമാണ്. മന്ത്രിസഭ തീരുമാനിച്ച കാര്യം പിൻവലിക്കുമോ? ശ്രീ ഉല്ലാസ് ബാബു, 3 MLA-മാരേ ഉള്ളൂ BJP-ക്ക്. ഇവിടെ ഇപ്പോൾ ആരോപണം BJP ആണ് സ്ഥാനങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നാണ്. BJP-യുടെ നിർബന്ധ ബുദ്ധിയാണ് എൻ ശേഷാദ്രിനാഥന്റെ സ്ഥാനലബ്ധിക്ക് പിന്നിൽ എന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അഭിലാഷ്, ഇപ്പോൾ PM നിയാസ് പറഞ്ഞു കേട്ടാൽ തോന്നും 3 MLA-മാരുള്ള ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത് എന്ന്. നിയാസ് നല്ല കാര്യം, ഞങ്ങൾക്കാണ് ഇതെല്ലാം തീരുമാനിക്കാൻ സാധിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭയൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതൊന്നുമല്ല. കേരളത്തിലെ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. നിയാസിനെ സംബന്ധിച്ചിടത്തോളം സതീശനെ താഴെ ഇറക്കാനായിട്ട് അവരുടെ ഈ ഗ്രൂപ്പ് കളിയാണ് അതിനകത്ത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചക്കുളത്തിപ്പോരി കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന ഈ രാഷ്ട്രീയം, അതിൻ്റെ പുറകിൽ നിയാസ് നേരിട്ട് വന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് കലക്കണമെന്നല്ല. നിയാസിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിയാസിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത അദ്ദേഹം ജുഡീഷ്യൽ ഓഫീസറായിരുന്ന സമയത്ത് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഒന്നുകിൽ നിയാസിന് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമുണ്ട്, അല്ലെങ്കിൽ VD സതീശനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള കോക്കസിൻ്റെ ഭാഗമായിട്ട് നിയാസ് ഒരു ടൂൾ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നല്ലല്ലോ എൻ്റെ അഭിലാഷ കേരളം നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. കേരളം നേരിടുന്ന പ്രശ്നത്തിലെ ഏറ്റവും ഒരു സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു ക്യാബിനറ്റിനെ മുന്നിൽ നയിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആ ക്യാബിനറ്റിൽ എല്ലാ മന്ത്രിമാരും, പ്രത്യേകിച്ച് കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഇവരുടെ ഘടകകക്ഷികളായിട്ട് എല്ലാ മന്ത്രിമാരും ഇരിക്കുന്നു. ആ മന്ത്രിമാരിരിക്കുന്ന ക്യാബിനറ്റിനകത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ കേരള സർക്കാർ നടപ്പിലാക്കുന്നു. അതിനെ PM നിയാസിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി എടുത്ത ഡിസിഷന് BJP-യുടെ അഞ്ചത്തൊക്കെ എന്തിനാ കയറുന്നത്? BJP-ക്ക് എന്താ ഇതിനകത്ത് റോള്? ഇനി BJP പറയും പോലെയാണ് BD സതീശൻ നടക്കുന്നതെങ്കിൽ നല്ല കാര്യം അഭിലാഷേ. അപ്പം ഞങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ ഞങ്ങളാ തീരുമാനിക്കണമെന്നാണല്ലോ നിയാസ് പറയണേ. നിയാസിൻ്റെ അടിയിൽ നിങ്ങൾ എന്നിട്ട് എഴുതി വെച്ചിരിക്കണേ KPCC ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ എന്താണ്? BJP പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് സാറേ നിങ്ങൾ അവിടെ KPCC എന്നൊരു ഓഫീസുള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മറ്റ് മന്ത്രിമാരുള്ളത്? ഇറങ്ങി പോകാൻ പറയുന്നവരോട്. ഞങ്ങൾ പറയുന്നതാണ് അവിടെ നടക്കുന്നതെങ്കിലും. കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയങ്ങളൊന്നുമല്ല. ശരി, ഇതൊക്കെ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകും. ആരെ അപ്പോയിന്റ് ചെയ്യണോ അല്ലാന്നുള്ള സർക്കാരിൻ്റെ തീരുമാനമാണ്. എൻ്റെ പൊന്നു അഭിലാഷേ, ഇവിടെ നിങ്ങൾ ഇവിടുത്തെ എല്ലാ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരൻ്റെ അന്നപ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ആ പ്രശ്നങ്ങളൊന്നും നിയാസിനൊരു വിഷയമല്ല. നിയാസിനെ സംബന്ധിച്ച് ആകെ ഒരു വിഷയം ശേഷാദ്രിനെ വെച്ചു. ശേഷാദ്രിയുടെ ഫേസ്ബുക്ക് കാണാനില്ല, ശേഷാദ്രിയുടെ ഇൻസ്റ്റാഗ്രാം കാണാനില്ല, ശേഷാദ്രിയുടെ മറ്റേ ബോട്ടിം കാണാനില്ല, സിഗ്നൽ കാണാനില്ല. നിയാസ് അതും തപ്പി നടക്കുക. നിയാസേ, നിങ്ങൾ അതും തപ്പി നടന്ന KPCC ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കോ? ജനങ്ങളെ ബാധിക്കുന്ന വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് നിലവിൽ പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടത് മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട്. നാണംകെട്ട പരിപാടിയുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടത്തണോ? ഇവരുടെ ഗ്രൂപ്പ് കളിക്ക് നിന്ന് കൊടുക്കാനുള്ളതാണോ ഇതൊക്കെ? ശരി, ഓക്കെ. ശ്രീ PM നിയാസ്, വലിയ ആരോപണമാണ് ഇത്. കോൺഗ്രസിലെ ചക്കളത്തി പോരാട്ടമാണ്. VD സതീശനെതിരെ ഉള്ള KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ നീക്കമാണ് എന്ന ആരോപണം ഇതിനോടൊക്കെ തന്നെ രാഷ്ട്രീയ ഉപശാലകളിലുണ്ട്. മര്യാദയ്ക്ക് അദ്ദേഹത്തെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ചോദ്യം. ക്യാബിനറ്റ് എടുത്ത തീരുമാനം പിൻവലിക്കുകയാണ് എങ്കിൽ, ക്യാബിനറ്റ് തീരുമാനിക്കുന്നു, പിൻവലിക്കുന്നു, ഓരോ പദവികൾ തീരുമാനിക്കുന്നു, പിൻവലിക്കുന്നു, U-ടേൺ എന്ന ആരോപണം വരും. ആരോപണമല്ല, അങ്ങനെയുള്ള കാര്യം വരും. അപ്പോൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത വീക്കായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായ കൂടി അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കണമെന്നുണ്ടോ? നോക്കൂ അഭിലാഷ്, അങ്ങനെയല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനകീയനായി വന്ന മുഖ്യമന്ത്രിയാണ്. ലക്ഷോപലക്ഷം കോൺഗ്രസ്സുകാരുടെയും UDF-കാരുടെയും ഇഷ്ടപ്പെട്ട നേതാവായാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. അവിടെ വിചാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പോഴല്ല, അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പ് വന്ന് അധികാരമേൽക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന തെറ്റുകൾ അത് പത്രപ്രവർത്തകർ നിങ്ങൾക്ക് പറയാം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കോ UDF-ന്റെ പ്രവർത്തകർക്കോ പുറത്തുള്ള ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പരിശോധിക്കും.
പരിശോധിച്ച് അതിൽ വസ്തുതകളുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. അത് നിങ്ങൾ യൂട്ടേൺ എന്നോ കഴിവില്ലാത്തവരെന്നോ വാക്കിന് സ്ഥിരതയില്ലാത്തവരോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ, പക്ഷേ ഞാൻ നീതി നടപ്പാക്കും എന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കേരളത്തിന് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ പരാതി കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ? നേരെ മറിച്ച് വേറൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ, കഴിഞ്ഞ അരുൺകുമാറിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ അരുൺകുമാറിന് ഇത് എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നാൽ അരുൺകുമാറിൻ്റെ തല കാണില്ല, 51 വെട്ടി അനിൽകുമാർ ഇന്ന് ജീവനുണ്ടാവില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ കാര്യങ്ങൾ, നിയാസ് പറയുന്ന കാര്യങ്ങളിൽ പരിശോധിക്കാൻ അദ്ദേഹം ഇരുന്നു. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ബുധനാഴ്ച തീരുമാനമെടുത്തിട്ടും ഇതുവരെ തീരുമാനമെടുക്കാതെ നടപ്പിലാക്കാതെ അദ്ദേഹം പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്ന കേരളത്തിലെ പിന്നെ അതിന് അങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ അരമണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉല്ലാസ് ബാബുവിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഉല്ലാസ് ബാബുവിന് തിരിച്ചു പറഞ്ഞാൽ ഉല്ലാസ് ബാബുവിന് ജീവൻ ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഉല്ലാസിന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുഖ്യമന്ത്രി അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പ്ലീസ് ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങനെ തമ്മിലുള്ള അഭിപ്രായ കാര്യങ്ങളില്ല. ഞങ്ങളുടെ നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ നേതാവാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ അവർ രണ്ടുപേരും ആലോചിച്ച് കൃത്യമായ ഘടകകക്ഷികളുമായി ആലോചിച്ച് കൃത്യമായ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജനാധിപത്യം. എന്തായിരുന്നു ഷിവ്ലാസ് ബാബുവിന്റെ ചോദ്യം? ഒരൊറ്റ ചോദ്യം, ബഹുമാനായിട്ടുള്ള നിയാസ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ ഇന്ന് കൊടുത്ത KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ KPCC പ്രസിഡന്റ് കേരളത്തിലെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഈ സർക്കാർ എടുത്ത തീരുമാനത്തിൽ KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നോ? ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നോ? പറ. അപ്പൊ നിങ്ങൾ ആ പരാതി എവിടെ കൊണ്ടുകൊടുത്തേ? എന്റെ കത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. എന്റെ കത്ത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എന്റെ ഉല്ലാസ് ബാബു ചോദിച്ചിട്ട് ഞാൻ വഴങ്ങിയല്ലോ, ഞാൻ മറുപടി പറയട്ടെ. ഞാൻ അത് പറഞ്ഞു, ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ താങ്കൾ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് ഏറ്റവും വേദനാജനകമാണ് എന്നാണ് എൻ്റെ കത്തിൽ ഞാൻ എഴുതിയത്. അത് നിങ്ങൾ അങ്ങനെ പറയാൻ ഞങ്ങളുടെ പാർട്ടിക്കല്ലേ പറ്റൂ. അരുൺകുമാറിന്റെ പാർട്ടിയിൽ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അരുൺകുമാർ ജീവനോടെ ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സൗന്ദര്യം. അല്ല, അത് സൗന്ദര്യത്തിന്റെ കാര്യം നല്ലത്, പക്ഷെ ഒരൊറ്റ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞാൻ അഭിമാനിക്കുകയാണ്. അല്ല, ഈ താങ്കൾ പറയുന്ന BJP ബന്ധമുള്ള BJPയുടെ ജുഡീഷ്യൽ എക്കോ സിസ്റ്റത്തെ നയിച്ചുകൊണ്ടിരുന്ന ആളെ കൃത്യമായിട്ട് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തേക്ക് അവരോധിച്ചത് ആരാണ്? ഔട്ട് ഓഫ് അജണ്ടയായി എങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വന്നത്? ആരുടെ നോമിനിയാണ് ശേഷാദ്രിനാഥൻ എന്നുള്ളതാണല്ലോ ചോദ്യം. ലീഗിന്റെ അല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആരുടെ നോമിനിയാണ് അദ്ദേഹം? അഭിലാഷേ, എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ അക്കാര്യത്തെക്കുറിച്ച് പാർട്ടി പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തെറ്റായ തീരുമാനമാണെങ്കിൽ ഞങ്ങൾ ഇതിനെക്കാട്ടും പ്രധാനപ്പെട്ട തീരുമാനമില്ലേ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, ഞങ്ങൾ രായ്ക്ക് രാമാനം മാറ്റിയില്ലേ, ഞങ്ങൾ ഇതും പരിശോധിച്ച് മാറ്റും. ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പോലെയുള്ള ഒരു പദവി അല്ലല്ലോ പാർട്ടി തീരുമാനിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് കുറെ കൂടി ഉയർന്ന ഒരു പദവിയാണ്, അതൊരു ഭരണഘടനാ പദവിയാണ്. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയെ നീക്കേണ്ട അതേ പ്രൊസീജിയർ നടത്തണം. അതൊരു ഹൈ പബ്ലിക് ഓഫീസാണ്, ഹൈ പബ്ലിക് ഓഫീസാണ്. അപ്പൊ അവിടേക്ക് അങ്ങനെ കാഷ്വൽ ആയിട്ട് തീരുമാനം എടുക്കില്ലല്ലോ, ആലോചിക്കാതെ തീരുമാനം എടുക്കും. ഒരു മിനിറ്റ് മന്ത്രിസഭാ യോഗം കൂടി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കേണ്ടതാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. എന്തുകൊണ്ടാണ് ഒരാഴ്ചയായിട്ടും തീരുമാനിക്കാത്തത്? ഞങ്ങളതിനൊരു പരാതി പറഞ്ഞതുകൊണ്ടാണ്. ആ പരാതി പരിശോധിച്ച് അത് പരാതിയിൽ കഴമ്പില്ലെങ്കിൽ അത് നിയമനമായി മുന്നോട്ട് പോകും, കഴമ്പുണ്ടെങ്കിൽ അതിൽ തീരുമാനം മാറ്റമുണ്ടാകും. ഇതാണ് ജനാധിപത്യം. ഇത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. നേരെ മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ സർക്കാരും കഴിഞ്ഞ പിണറായിയുടെ സർക്കാരും കുറേക്ക് പട്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഓഫീസിലേക്കുള്ള മാറിയിരിക്കുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഓഫീസിലേക്കുള്ള നിയമനത്തിന്റെ കാര്യത്തിലെ കണ്ടെത്തൽ അത് വളരെ കാഷ്വൽ ആയിട്ട് നടത്തേണ്ടതാണോ? അങ്ങനെ അബദ്ധം പറ്റൂ, താങ്കൾ പറഞ്ഞ അബദ്ധം പറ്റിയതായിരിക്കും, തെറ്റ് പറ്റിയതായിരിക്കും എന്നൊക്കെയാണ്. അങ്ങനെ തെറ്റ് പറ്റുമോ? അങ്ങനെയൊക്കെയാണോ ഒരാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയി തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ആരെങ്കിലും ഒരാൾ വരട്ടെ എന്ന മട്ടിലാണോ? അല്ലല്ലോ, ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ.
അങ്ങനെ ലാഘവ ബുദ്ധിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംവിധാനത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ വല്ല സാഹചര്യം ഇത് ഔട്ട് ഓഫ് അജണ്ടയായി വന്നതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കാനോ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിജിലൻസും അദ്ദേഹത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഒന്നും പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പരിശോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടി ആവശ്യപ്പെട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടികളെടുക്കും. അതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഇങ്ങനെ ഞങ്ങളുടെ കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരു നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരണമെന്ന് ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നു എന്നത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കരുൺകുമാറിനോട് ഉല്ലാസ് ബാബുവിനോട് പറയാൻ, ഞാൻ നേരത്തെ ഏറ്റെടുത്ത മറ്റൊരു ചർച്ച ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ ശ്രീകുമാർ ഈ ചർച്ചയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം കൂടി എനിക്ക് കൂടി ബാധകമാണെന്നുള്ളതുകൊണ്ട് എന്നെ പോകാനും കൂടി അനുവദിക്കണം. തീർച്ചയായിട്ടും എനിക്കൊരു ഇടവേള എടുക്കണം. താങ്കൾ 8 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, താങ്കൾ പൊക്കോളൂ. മറ്റുള്ളവരിലേക്ക് ഞാൻ വരാം. ശ്രേയ സജീവൻ കാത്തിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള, വളരെ ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് വേണ്ടി ശ്രേയ സജീവൻ, UDFന്റെ സർക്കാർ അധികാരമേറ്റിട്ട് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഈ 2 മാസത്തിനകത്ത് തന്നെ പട മൂർച്ഛിക്കുകയാണ്. അനിതര സാധാരണമാണോ ഈ കാണുന്നത്? ഇപ്പോൾ മന്ത്രിസഭ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനത്തെ കോൺഗ്രസിലെ ഒരാൾ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒരു പക്ഷം അതിശക്തമായി നേരിടുന്നു. ഒരു പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നേക്കാം. പല തീരുമാനങ്ങൾ എടുത്ത് പുറകോട്ട് പോയി ഇതിനോടകം തന്നെ. ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ഒരു പാർട്ടിയോ മുന്നണിയോ അവർ അധികാരത്തിൽ വരുമ്പോൾ തങ്ങൾക്ക് മുമ്പേ അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന എന്ത് കാരണം കൊണ്ട് ഇറങ്ങി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പാക്കിയെന്ന് ആണല്ലോ UDF പറഞ്ഞുള്ളത്. അപ്പോൾ അത്തരം കാര്യം കൊണ്ട് ഇറങ്ങേണ്ടി വന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവസ്ഥ തങ്ങൾക്കുണ്ടാവാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ വളരെ കൃത്യമായിട്ടും നിയാസ് ഉന്നയിച്ചിട്ടുള്ളത് വ്യക്തിപരമായ കാര്യമല്ല. നിയാസ് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യം ഉന്നയിച്ചു. ഇവിടെ അങ്ങനെ ഉല്ലാസ് ബാബു പറയുന്നത് കേട്ടു, നിയാസിന് ഒരു പക്ഷേ വ്യക്തിപരമായ വിരോധം ഉണ്ടാകുമെന്ന്. എനിക്കറിയാം, ഈ ശേഷാദ്രിനാഥനെ കുറിച്ച് മറ്റുള്ള ആൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല, ഇത് വളരെ സുപ്രധാനമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനം അവിടെ ഒരു നിയമനം നൽകി കഴിയുമ്പോൾ നൽകുന്നതിന് മുമ്പ് ഇപ്പം നിയാസ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരു കാര്യം, ഒരു പക്ഷേ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നോക്കാനുള്ള അവസരം കിട്ടാതിരിക്കുക എങ്ങനെയാണ്? ഇത് വേറൊരു കുട്ടിക്കളിയല്ലല്ലോ. സാധാരണ ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന പോലെയല്ലല്ലോ. അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥ പണ്ട് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും ഉയർന്നൊരു പദവിയിലല്ല, പക്ഷേ ഏതാണ്ട് ഉയർന്നൊരു പദവിയിൽ ഇതേപോലെ പഠിക്കുന്ന കാലത്ത് BJP ബന്ധമുണ്ടായിരുന്ന ഒരാളെ നിയമിച്ചതിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് പത്രസമ്മേളനം നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട് അന്നത്തെ. ഇപ്പോഴത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അന്നും അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അപ്പം LDF സർക്കാരിന് തെറ്റ് പറ്റുമ്പോൾ അതിനെ വിമർശിക്കാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്ത് ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അതിന് രംഗത്ത് വരുന്നപ്പോൾ നിയാസ് രംഗത്ത് വന്ന് വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിയാസിന് ഒരിക്കൽ പോലും ശേഷാദ്രിനാഥനോട് അങ്ങനെ വ്യക്തിപരമായ വിരോധമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു പക്ഷേ അത് പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അത് പക്ഷേ ഇതിന് ന്യായീകരണമല്ല. ഗ്രൂപ്പ് വിരോധം കൊണ്ടാണ് നിയാസ് ഇങ്ങനെ വിമർശിക്കുന്നത് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു തസ്തികയിലേക്കുള്ള നിയമനം, ഇങ്ങനെ ഒരു കസേരയിലേക്കുള്ള നിയമനം, അത് വളരെ കരുതലോടുകൂടി നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അവിടെ എനിക്ക് സങ്കടം തോന്നുന്നൊരു കാര്യം, രണ്ടുപേർ ഇപ്പോൾ ഉല്ലാസാണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും പറഞ്ഞ ഒരു കാര്യം, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീകുമാർ പറഞ്ഞ് ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതാണെന്നാണ്. ഉല്ലാസ് പറഞ്ഞുള്ളത് ഇവിടെ പട്ടിണിയെക്കുറിച്ചാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുമെന്ന് ഒരുപക്ഷെ സംശയിക്കാവുന്ന ആളുകളെ
കീ പോസ്റ്റുകളിൽ സുപ്രധാനമായിട്ടുള്ള തസ്തികകളിൽ നിയമിക്കുക. അത് സർക്കാർ തന്നെ നിയമിക്കുക. ഇപ്പോൾ ഗവർണർ നിയമിച്ചാൽ നമുക്ക് അതിനെ വേണേൽ കുറ്റപ്പെടുത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതിന് അങ്ങനെ പറയാം. ഇവിടെ അതില്ല. ഇതേ സർക്കാർ തന്നെ, ഇതേ മന്ത്രിസഭ തന്നെ ഇത് തീരുമാനമെടുക്കുന്നു. അതിനെതിരെ എതിർപക്ഷത്തു നിന്നല്ല, ആ പ്രസ്ഥാനത്തിൽ മുന്നണിയിൽ നിന്ന് അതിനെ നയിക്കുന്ന പാർട്ടിയുടെ സുപ്രധാന തസ്തിക ചുമതലയിലുള്ള ഒരാൾ തന്നെ രംഗത്ത് വരുന്നു എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതിനെ ന്യായീകരിക്കുന്നത് തീർത്തും തെറ്റാണ്, പ്രത്യേകിച്ച് ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ. തീർച്ചയായിട്ടും ഞാൻ വരാം. ഷാജർ അറാഫത്ത്, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്. ഈ വിഷയത്തിൽ PM നിയാസിനെ നേരത്തെ വിമർശിച്ച് രംഗത്ത് വന്ന ആൾ കൂടിയാണ്. ഷാജർ അറാഫത്ത്, കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്ക്, ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ സർക്കാരുകളുടെ കാലത്തും, എല്ലാ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ 2 മാസമേ ആയിട്ടുള്ളൂ. വളരെ കീ പോസ്റ്റുകളിൽ മന്ത്രിസഭ എടുത്തിട്ടുള്ള ഈ തീരുമാനം രാഷ്ട്രീയമായി തെറ്റാണ് എന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുമ്പോൾ അത് കേവലം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം കാണാൻ കഴിയുന്ന കാര്യമാണോ? അഭിലാഷ്, എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. എനിക്കിവിടെ പറയാനുള്ളത് ശ്രീ PM നിയാസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഉൾപ്പെടെ ബഹുമാനിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടെ നിയാസ്ക എന്നാ വിളിക്കാറ്. അദ്ദേഹത്തിന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വല്ല പരാതിയും ഉണ്ടെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡന്റിനെ കൊടുത്ത് അത് പാർട്ടി ഫോറത്തിലാണ് അതിന് ചർച്ച ചെയ്യേണ്ടത്. പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം അതിന് പരിഹാരം ലഭിക്കാതെ വരികയാണെങ്കിൽ മാത്രമല്ലേ ഇത് പരസ്യമായിട്ട് വിയപ്പേൽക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിനും ഞാൻ തയ്യാറല്ല. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പുള്ളിയോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇങ്ങനെയുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്താൽ മതി. അത്രമാത്രമേ ഈ അവസരത്തിൽ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അല്ല, ഇവിടെ ശ്രീ ഷാജർ അറാഫത്ത്, ഒന്നാമത് പല നിയമനങ്ങളും BJP ബന്ധുത്വം ആരോപിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയേ പറ്റൂ അല്ലെങ്കിൽ നടപ്പാക്കാൻ നിർബന്ധിതരാണ് എന്ന നിലപാട്, PMAY പദ്ധതിയിൽ അതിന്റെ ലോഗോ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിലപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്മാർട്ട് ക്രിയേഷൻ എന്ന അഭിഭാഷകനെ ഗവൺമെന്റ് ലീഡറാക്കി നിയോഗിച്ചത് തുടങ്ങി, കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ല തുടങ്ങി നിരവധി വിഷയങ്ങൾ ഏതാണ്ട് ഒരേ തരത്തിൽ വരുമ്പോൾ ഈ വിഷയം കൂടി വരികയാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഘബന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തു നിന്ന് വരികയാണ്. അപ്പോൾ BJPയോട് മൃദു സമീപനമെന്നോ അല്ലെങ്കിൽ RSSനോട് ബന്ധുത്വമെന്നോ ഒക്കെയുള്ള ഒരേ തരത്തിലുള്ള ആരോപണം തുടർച്ചയായി വരുമ്പോൾ കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി അഭിസംബോധന ചെയ്യേണ്ടി വരില്ലേ? അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നലെ ഉള്ള എൻ്റെ FB പോസ്റ്റിലാണെങ്കിലും ഇന്നത്തെ എൻ്റെ FB പോസ്റ്റിലാണെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉത്തരവാദപ്പെട്ട പാർട്ടി പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാ. DCCയുടെ ജനറൽ സെക്രട്ടറിയാ 12 വർഷമായിട്ട്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലായി ഒന്നും പ്രതികരിക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറല്ല. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു, ഇപ്പോൾ തയ്യാറല്ല. ശരി, പിന്നീട് പറയും എന്നതിന്റെ ഒരു സൂചന ഞാൻ അതിൽ വായിക്കാം. വളരെ നന്ദി സംസാരിച്ചത്. ശ്രീകുമാർ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ സർക്കാരിന് കീ പോസ്റ്റുകളിലേക്ക് ആളുകളെ നിയോഗിക്കേണ്ടതുണ്ട്. ഗവർണർക്ക് റോളുള്ള നിയമനങ്ങളുടെ കാര്യം എടുത്താൽ ഇപ്പോൾ എല്ലാ സർവകലാശാലകളിലേക്കും സംഘപരിവാർ ബന്ധുത്വമുള്ള ആളുകളെ നിയോഗിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി അങ്ങനെ വരികയാണ് എങ്കിൽ, നേരത്തെ ചോദിച്ചതുപോലെ അല്ലെങ്കിൽ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ 3 MLA-മാരുള്ള പാർട്ടി കേരളം പരോക്ഷമായി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ? അപ്പോൾ PM നിയാസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ PM നിയാസിൻ്റെത് മാത്രം എന്ന് തള്ളാൻ കഴിയുമോ? നോക്കൂ ശ്രീ അഭിലാഷേ, PM നിയാസ് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവും. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണത്. അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണം കാണും. അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു രാഷ്ട്രീയ അംശമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ CPM-ന്റെ പ്രതിനിധി ശ്രീ അരുൺകുമാർ പറഞ്ഞത് ഇതിനെ ന്യായീകരിക്കാൻ കുറെ കഷ്ടപ്പെട്ടുന്ന. ഇതിൽ ന്യായീകരണത്തിന്റെ പ്രശ്നമില്ല ശ്രീ അരുൺകുമാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയമനം ആയിട്ടില്ല, ഒരു മന്ത്രിസഭയുടെ ശുപാർശ വന്നിരിക്കുന്നു. ആ ശുപാർശ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമാകുന്നതിന് മുമ്പേ ഒരു വിവാദമായിട്ട് വന്നു. ഈ ചർച്ച അരോചകമാണ്. അതായത് ഇതുമായി മാതൃഭൂമി ചർച്ചയല്ല, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ അരോചകമാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാളെ ഒരു പദവിയിലേക്ക് നിയോഗിക്കുമ്പോൾ ആ ആളുടെ പൂർവ്വകാല രാഷ്ട്രീയം ചെയ്യുന്നതും വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുന്നതും അല്ല കാര്യം. ആ ആൾ നിയമിക്കപ്പെടുന്ന ആളോട് വിധേയത്വമുണ്ടോ?
മുഖ്യമന്ത്രി നിയമിക്കുകയാണെങ്കിൽ, മന്ത്രിസഭ നിയമിക്കുകയാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നുണ്ടോ എന്നൊരു മന്ത്രിസഭയ്ക്ക് തോന്നിയാൽ ആ പ്രശ്നം കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇതിൽ BJP ഒക്കെ കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണ്. അത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം എന്ത് വന്നാലും BJP RSS ബന്ധം ആരോപിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു ലൈൻ. അതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ രാഷ്ട്രീയം മാത്രം. CPM അല്ലല്ലോ ഉന്നയിച്ചത്, കോൺഗ്രസിനകത്ത് നിന്നാണ് BJP ബന്ധം എന്ന ആരോപണം വന്നത്. BJP-യുടെ താല്പര്യമായിരുന്നു എന്ത് വന്നാലും ഇദ്ദേഹത്തെ ഈ പദവിയിൽ ഇരുത്തുക എന്നുള്ളത് എന്ന് PM നിയാസ് പറയുന്നത് നമ്മൾ അല്പം മുമ്പ് കേട്ടതല്ലേ? അല്ല, ഇദ്ദേഹത്തെ ഈ ശേഷാദ്രിനാഥനെ മാറ്റുന്നതിലുള്ള പ്രശ്നമല്ല എനിക്കുള്ളത്. ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പഠിക്കുന്ന കാലത്തും അതിന് ശേഷമുള്ള പല രാഷ്ട്രീയങ്ങളാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ നിയമിച്ചാലും നിയമിച്ചില്ലെങ്കിലും ഒരു മന്ത്രിസഭയുടെ തീരുമാനം വരുമ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലെ അരോചകത്വമാണ് അവിടെ തുറന്നു കാണിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ചോദ്യമേ ഉള്ളൂ തിരിച്ച് ശ്രീ അഭിലാഷേ. അതായത് പെരിയ ഇരട്ടക്കൊല കേസിലെ വിധി പറഞ്ഞ ആളാണ് ഈ ശേഷാദ്രിനാഥൻ. അത് സംശയമില്ലാത്ത കാര്യമല്ലേ? അപ്പൊ പെരിയ ഇരട്ടക്കൊല കേസിൽ വിധി പറഞ്ഞ ആളെ കോൺഗ്രസ് സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വെച്ചു എന്നാണ് CPM പറയുന്നത് ഞാൻ ധരിച്ചത്. പക്ഷെ അവരത് സംഘപരിവാറിലേക്ക് മാറ്റി. എന്താ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാന്നുള്ളതാ, അല്ലാണ്ട് അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യം അതിലില്ല. രണ്ടാമത്തെ രാഷ്ട്രീയ ഉദ്ദേശം അവർ കാണുന്നില്ല. കാരണം വെച്ചാൽ കണ്ടത് നടപ്പാവില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. പണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പോഴത്തെ B. അശോക് ഉണ്ട്. B. അശോക് പഠിക്കുന്ന കാലത്ത് ഒന്നാം തരം SFI-കാരനായിരുന്നു. അദ്ദേഹം ഇന്ന് അദ്ദേഹം ഈ ഗവൺമെന്റിനെ, പിണറായി ഗവൺമെന്റിനെ വെള്ളം കുടിപ്പിച്ച് അവസാനം UDF വന്നപ്പോൾ അദ്ദേഹത്തിന് പദവിയിൽ നിയമിച്ചു. അതിനും കേട്ട് പഴി. ഇനി അത് മാത്രമല്ല, LDF-ന്റെ കാലത്ത് അവരുടെ സാമ്പത്തിക കാര്യങ്ങളെ ഉപദേശകയായിട്ട് വെച്ചത് ഗീതാ ഗോപിനാഥനെയാണ്. ഗീതാ ഗോപിനാഥ് LDF കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന ഒരാളല്ല. വേൾഡ് ബാങ്കിനെ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ബോർഡൊക്കെ പെയിന്റ് അടിച്ച് അച്യുതാനന്ദന്റെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ നിയമിച്ചത് ഗീതാ ഗോപിനാഥനെയാണ്. അന്ന് ഇതുപോലെ വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ വിമർശനത്തിൽ പ്രശ്നമല്ല, പക്ഷെ ആ വിമർശിക്കുന്നതിൽ ഒരു അടിസ്ഥാനം ഉണ്ടാവണം. ആ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ശേഷാദ്രിനാഥനെ മാറ്റുന്നതിന് വെക്കുക, മാറ്റിയിട്ടൊരാളെ വെക്കണമല്ലോ. ആ ആളുടെ പശ്ചാത്തലം തെരഞ്ഞു പോവില്ലേ? ഇവിടെ CPM-ന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ ഇക്കാര്യത്തിലൊക്കെ ക്രിയാത്മകമായ ഒരു സമീപനം എടുക്കണം. കാരണം ഒരു ഗവൺമെന്റ് നിയമിക്കുന്നത് CPM ആണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ അല്ലേ CPM അങ്ങനെ ചെയ്യണം, CPM ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റൂ. ഇത് ഉന്നയിക്കുന്നത് വളരെ ശക്തമായി വാദിക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്നാണ്. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു PM നിയാസ് മാത്രമല്ല താനും. PM നിയാസ് ആ വാദത്തിന്റെ കുന്തമുനിയായി അതിന്റെ പ്രത്യക്ഷ രൂപമായി ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വിവാദം CPM തുടങ്ങിയതോ CPM ഉന്നയിക്കുന്നതോ അല്ലല്ലോ. കോൺഗ്രസ് സ്വന്തം മന്ത്രിസഭ എടുത്ത തീരുമാനത്തിനെതിരെ BJP-യുടെ താല്പര്യമാണ് നടപ്പായത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന അഭൂതപൂർവമായ സന്ദർഭമാണിത്. അല്ലല്ല, BJP-യുടെ താല്പര്യം ഒന്നും നിയാസ് പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ ബന്ധങ്ങളാണ് പറഞ്ഞത്, ഈ ശേഷാദ്രിനാഥന്റെ ബന്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ നാളെ അദ്ദേഹത്തെ മാറ്റാതിരിക്കുക ചെയ്യാം. അപ്പൊ ഇതെന്താ CPM-നെ ഇതിൽ ആരോപണമായിട്ട് ഉന്നയിക്കാമല്ലോ. പെരിയ ഇരട്ടക്കൊല കേസിൽ വിധി പറഞ്ഞ ആളാണ് ശേഷാദ്രിനാഥൻ എന്ന് വേണേൽ നാളെ തിരിച്ചു പറയാമല്ലോ അവർക്ക്. അങ്ങനെ പറയില്ലേ? ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പൊ ദിവ്യ S. അയ്യരെ നിയമിച്ചു വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിലെ MD ആയിട്ട്. അന്നെന്താ പറഞ്ഞത്? ശബരിനാഥന്റെ ഭാര്യയെ നിയമിച്ചു എന്ന് ചില ആക്ഷേപങ്ങൾ ചില ഭാഗത്തുനിന്ന് തന്നെ, മാത്രമല്ല കോൺഗ്രസിൽ നിന്നുണ്ടായി. കാരണം ഇവർ ഈ പദവിയിലേക്ക് വരികയും അവരുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ അതും പ്രശ്നമായി. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഈ അരോചകമായ ചർച്ച എന്ന് ഞാൻ പറയാം. കാരണം മാതൃഭൂമി ചർച്ചയല്ല, അരോചകമായി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ചില പ്രശ്നങ്ങളാണ്. PM നിയാസിന് അദ്ദേഹത്തിന്റെ ഭാഗമുണ്ട്, അദ്ദേഹത്തിന്റെ നായകനുണ്ട്. അതൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാല് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നില്ല. KM ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. KM ഷാജി ഒറ്റ മിനിറ്റ്. KM ഷാജി ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു മിടുക്കനായ ഒരാളാണ്, അദ്ദേഹത്തെ നിയമിച്ചതിൽ തെറ്റില്ല. പറഞ്ഞത് ലീഗ് പ്രതിനിധിയാണ്. അപ്പൊ ലീഗ് പ്രതിനിധി അത് സംഖ്യയെന്നോ അല്ലെങ്കിൽ RSS ബന്ധമെന്നോ ആരോപിച്ചിട്ടില്ല. നിയാസിന്റേതായ വാദങ്ങളുണ്ടെന്ന് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊപ്പം CPM പറയുന്ന ചില സപ്പോർട്ടിംഗ് ഉണ്ട്. സപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവര് പറയേണ്ടതല്ല അവര് പറയുന്നത്. അവര് പറയുന്നത് നിയാസ് പറഞ്ഞു എന്നാ. അവർക്കൊരു അഭിപ്രായമില്ലേ? അവർക്ക് എന്താ അഭിപ്രായം? മാറ്റണോ മാറ്റണ്ടേ? ശരി, ഓക്കെ. എനിക്ക് അതിൽ ശ്രീ അരുൺകുമാർ, ഇപ്പോ കോൺഗ്രസിനകത്ത് ഉരുൾപൊട്ടലുണ്ട്, ഓരോ വിഷയം കിട്ടാൻ കാത്തിരിക്കുന്നത് മാതിരിയുള്ള അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് അവരുടെ കാര്യം. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്ന പൊസിഷനാണ്. ആ പൊസിഷൻ തീരുമാനിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാവണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കേണ്ട കാര്യമുണ്ടോ? അതിനപ്പുറത്ത് ഒരാളുടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ യോഗ്യത, ക്വാളിഫിക്കേഷൻസ്, ഇത്
നോക്കിയാൽ പോരെ? ഇപ്പോൾ നോക്കൂ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നിങ്ങൾക്കുള്ള ആരോപണം എന്താണ്? അത് BJPക്ക് വിധേയപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണല്ലോ. അത് എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളും പറയുമല്ലോ. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDF ഭരിക്കുമ്പോൾ LDFന് വിധേയപ്പെട്ടും UDF ഭരിക്കുമ്പോൾ UDFന് വിധേയപ്പെട്ടും നിൽക്കേണ്ട സ്ഥാപനമാണോ? ഭരണഘടനാ സ്ഥാപനങ്ങളെ നമ്മൾ ആ തരത്തിലെ രാഷ്ട്രീയ ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അഫിലിയേഷനുള്ള ആളുകളെ നിയമിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി കാണണോ? ഞാനതിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ പലതവണ CPM എന്താണ് അഭിപ്രായം പറയാത്ത CPM എന്ന് പറയാം. ഇന്നലെ ഞാൻ ശ്രീ എൻ ശ്രീകുമാറിനെ കുറിച്ച് വളരെ വിഷമത്തോടെ ഒരു വാചകം പറഞ്ഞിരുന്നു. ഇദ്ദേഹം വാ തുറക്കുന്നത് ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ CPMനെ വിമർശിക്കാനാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് തോന്നും. ഇദ്ദേഹം ഇപ്പോഴും CPM പറഞ്ഞ അഭിപ്രായമായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. ശ്രീ PM നിയാസ് പറഞ്ഞില്ലേ, BJPയുടെ ഇംഗിതമാണ് കോൺഗ്രസ് മന്ത്രിസഭ നടപ്പാക്കിയതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതേ ചർച്ചയിൽ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുകയാണ്. താങ്കൾ അറിഞ്ഞോ, ഈ തിരുവനന്തപുരം നെയ്യാറ് KPCCയുടെ പ്രത്യേകമായിട്ടുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടില് RSSന്റെ ശിബിരം സംഘടിപ്പിച്ചു. രണ്ടുപേരും ഒരുമിച്ചിരുന്നാ പഠിച്ചേ. അതുകൊണ്ടാണ് കാർഷിക സർവകലാശാലയുടെ VC ആയിട്ട് നിങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ നിന്നുള്ള 3 പേരെ ഒഴിവാക്കി RSSകാരിയെ നിയമിച്ചപ്പോ ഒരക്ഷരം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. താങ്കൾ അറിഞ്ഞോ? അതേപോലെ ഇവിടെ പറഞ്ഞല്ലോ MG സർവകലാശാലയുടെ VC, അതുപോലെ 19 അംഗ സെനറ്റിലേക്ക് 27 പേരിൽ 19 പേരെയും RSSകാരെ തിരികെ കയറ്റിയത് ഒരക്ഷരം പറയുന്നില്ല. എങ്ങനെ പറയും? ശിബിരത്തിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുക. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ RSSന്റെ ശിബിരം നടക്കുന്നു, ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് BJPയുടെ ഇംഗിതമാണ് മന്ത്രിസഭ നടപ്പാക്കിയത്. ഞാൻ ആദ്യം ചോദിച്ചല്ലോ, ഇതിനു മുമ്പ് ലോ സെക്രട്ടറി ആയിരുന്ന ആളെ, ജില്ലാ ജഡ്ജി ആയിരുന്ന ആളെ അന്നത്തെ മന്ത്രിസഭ കൃത്യമായി ശുപാർശ ചെയ്യുമ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എതിർത്തു. എന്തിനാ എതിർത്ത്? ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണോ? എന്താണ് കാരണം? അത് കേട്ടപാടി ഗവർണറെ സ്റ്റോപ്പ് ചെയ്തല്ലോ. ഇപ്പൊ പറയുന്നു ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു, KPCC പ്രസിഡന്റിന് കൊടുത്തു, ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തു, അതുകൊണ്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ പരിശോധിക്കാൻ പറ്റും? മന്ത്രിസഭാ തീരുമാനം അങ്ങ് എത്തി ലോക്ഭവനിലേക്ക്, അത് ഗവർണറുടെ കയ്യിൽ ഇരിക്കുക. ഇനി ഗവർണർ തീരുമാനമെടുത്താൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ ആ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ഒരു ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്ന നടപടിക്രമങ്ങൾ വേണ്ടിവരും. അങ്ങ് ഗവർണറുടെ അടുത്ത് ചെന്നിരിക്കുന്ന അഭിപ്രായത്തിൽ തീരുമാനമെടുക്കല്ലേ, ഞങ്ങൾക്ക് മറിച്ച അഭിപ്രായമുണ്ട്, ഒരു കത്ത് കൊടുത്തോ ഒരാഴ്ചയായിട്ട്? ഇന്നും ഇന്നലെയൊക്കെ മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നല്ലോ. ഇതുവരെ ഒരു കത്തും കൊടുക്കാതെ ഗവർണറുടെ കയ്യിലിരിക്കുന്ന കാര്യം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ആരോടാ പരിശോധിക്കാൻ പറഞ്ഞ്? ആ ഹണിമൂൺ കാലത്ത് തന്നെ അളിയനെ കൊണ്ടുപോയി നിയമിച്ച KPCC പ്രസിഡന്റിന് കൊണ്ടുപോയി ഒരു കത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് ഈ നിയമനം ഒന്ന് പരിശോധിക്കണമെന്ന്. പറ്റിയ ആളുടെ കയ്യിലാണ് കൊണ്ടേ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിജിലൻസ് വീഴ്ച, മറ്റ് പരിശോധനയില്ല, ധൃതി പിടിച്ചു തീരുമാനം, ഇതെല്ലാം എടുക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ കൊണ്ടുപോയി കത്ത് കൊടുത്തു. എന്നിട്ട് പരിശോധിക്ക്. ഇതുപോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കൃത്യമായി നിയമനം നടക്കേണ്ടത് രാഷ്ട്രീയ നിയമനം തന്നെയല്ല. 10-15 കൊല്ലം ജില്ലാ ജഡ്ജിയായിട്ട് ഇരുന്നയാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എൻ ശ്രീകുമാറിന്റെ പരാതി എന്താ? പെരിയ കേസ് വിധി പറഞ്ഞ ആളല്ലേ, അതുകൊണ്ട് ഇന്ന രീതിയിൽ CPM എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എന്ന്. ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. വാദം കേൾക്കുന്ന ജഡ്ജി അല്ലെങ്കിൽ ഒരു പ്രത്യേക ജഡ്ജി, ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്ന ജഡ്ജി പല കേസുകളും പരിഗണിക്കും. അന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ പറയാത്തതാണ് വലിയ കുറ്റം എന്ന് പറയുന്നു. അതിനിടയിൽ അദ്ദേഹം ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചു. എന്താണെന്നറിയോ? B. അശോക് LDF ഗവൺമെന്റിനെ വെള്ളം കുടിപ്പിച്ചു എന്ന്. ബഹുമാനപ്പെട്ട എൻ ശ്രീകുമാറെ, രാഗളെ കുട്ടിയുള്ള കോൺഗ്രസ് സഹയാത്രികർ, മാധ്യമ പ്രവർത്തകർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ആദ്യം B. അശോക് വെള്ളം കുടിപ്പിച്ചത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയ. താങ്കൾക്കറിയോ? ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതിയിൽ പോയി ശ്രീ ഉമ്മൻചാണ്ടി എത്ര തവണയാ B. അശോകനെതിരെ നടപടി എടുത്തെന്നറിയോ? 3 തവണ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. സുപ്രീം കോടതിയിൽ പോയിട്ട് B. അശോക് തിരിച്ചു കയറിയേ. ആ SLPയുടെ നമ്പർ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം, റിട്ട് പെറ്റീഷന്റെ നമ്പർ ഞാൻ അയച്ചു തരാം, റിട്ട് അപ്പീലിന്റെ നമ്പർ അയച്ചു തരാം. 2011 മുതൽ 16 വരെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 3 തവണ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തയാളാ B. അശോക്. അത് കഴിഞ്ഞിട്ടല്ലേ LDF സർക്കാർ ഇവിടെ വന്നത്. LDF സർക്കാർ സസ്പെൻഡ് ചെയ്തപ്പോ ഒരു കോടതിയിലും പോയി അദ്ദേഹത്തിന് തിരിച്ചു കയറേണ്ടി വന്നില്ല, തിരിച്ചു കയറാൻ പറ്റിയില്ല. കൃത്യമായിട്ടുള്ള നടപടി എടുത്തു, ആ നടപടിയിൽ ഉറച്ചു നിന്നു. എന്നിട്ട് എങ്ങനെയാ തിരിച്ചു കയറിയെന്നറിയോ? സാക്ഷാൽ VD സതീശൻ, ഇപ്പൊ BJPയുടെ ഇംഗിതം നടപ്പാക്കുന്ന VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് B. അശോക് തിരിച്ചു വന്നത്, കീ പോസ്റ്റിലേക്ക് വന്നത്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് വന്നത്. താങ്കൾക്കറിയോ? 10 കൊല്ലം B. അശോകനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ നടപടിയും ഏറ്റുവാങ്ങി അദ്ദേഹം പുറത്തിരുന്നു. ഒരു കോടതിയും സഹായിച്ചില്ല. കൃത്യമായിട്ടുള്ള കാരണത്താലാ നടപടിയെടുത്ത്. നിങ്ങൾ നടപടിയെടുത്തപ്പോ 3 തവണ സുപ്രീം കോടതിയിൽ പോയി തിരിച്ചു വന്നു. ഇപ്പൊ നടപടിയെടുത്തയാളെ നിങ്ങൾ തന്നെ VD സതീശൻ കൊണ്ടുപോയി കീ പോസ്റ്റിൽ ഇരുത്തിയിട്ട് ഗവർണറുടെ ഓഫീസിലേക്ക് സന്ദേശം കൊടുക്കുന്നു. ഗവർണറും ഉദ്ദേശിക്കുന്നത് എല്ലാ പദവികളിലും RSSകാർ വരണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാവ്യവൽക്കരണം നടക്കണം. എല്ലാ VCമാരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി B. അശോകൻ. താങ്കൾ അറിഞ്ഞോ?
എല്ലാ VC-മാരുടെയും. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പർമാർ RSS-ഉമായിട്ട് ബന്ധപ്പെട്ടവരുടെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാനൊരു സിൻഡിക്കേറ്റ് മെമ്പറാണ്. 4.5 മാസമായി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ട് ചേരേണ്ടത് തീരുമാനിച്ചു. എല്ലാ ജനാധിപത്യ ഉള്ളടക്കവും സർവകലാശാല ഇരുന്ന് തകർക്കണം. അങ്ങനെ ഒരേ ശിബിരത്തിൽ ഇരുന്ന് പഠിച്ച് RSS-ഉം കോൺഗ്രസും ഈ കേരളത്തെ മൊത്തം കാവ്യവൽക്കരിക്കാനുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് BJP-യുടെ ഇംഗിതം മന്ത്രിസഭ നടപ്പാക്കിയെന്ന് KPCC സെക്രട്ടറി പറയുന്നത്. വലിയ പ്രാധാന്യമുണ്ട്. KPCC സെക്രട്ടറിയാ പറയുന്നത് BJP-യുടെ ഇംഗിതം മന്ത്രിസഭ നടപ്പാക്കിയെന്ന്. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ശരി, അല്ല അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഉല്ലാസ് ബാബു, അങ്ങനെ BJP-യുടെ താല്പര്യം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ താല്പര്യം ഒരു കോൺഗ്രസ് സർക്കാരിന് നടപ്പാക്കാൻ പറ്റുമോ? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഭരിക്കുന്ന സമയത്തൊക്കെ ചക്കളത്തി പോരാട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്, ചെളി വാരി എറിയലുകൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കേരളം കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങിപ്പോയോ എന്ന സംശയം സ്വാഭാവികമായി ഉണ്ട്. എന്നുള്ളതിനപ്പുറത്ത് ഈ എടുത്ത തീരുമാനങ്ങളിൽ നിന്നെല്ലാം മുഖ്യമന്ത്രിക്ക് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ അഭിലാഷ്, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ A. സജീവൻ സാർ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. സാർ അങ്ങ് പറഞ്ഞു അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, ഇത് ഗ്രൂപ്പല്ല, ഇത് രാഷ്ട്രീയമാണ്, മറ്റേ നിയാസിൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ല. സാർ അത് പറയാൻ കാരണമുണ്ടെന്നേ. നിയാസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് അടങ്ങുന്ന ക്യാബിനറ്റ്, ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇരിക്കുന്ന ക്യാബിനറ്റ്, മുസ്ലിം ലീഗ് അടങ്ങുന്ന മറ്റ് സംഘടനകളുടെ മന്ത്രിമാർ ഇരിക്കുന്ന ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിലെടുത്ത തീരുമാനം ശരിയല്ല എന്ന് അദ്ദേഹത്തിന് പാർട്ടിപരമായി തോന്നുന്നുണ്ടെങ്കിൽ കത്തെഴുതി മുഖ്യമന്ത്രിയെ കണ്ട് KPCC അധ്യക്ഷനെ കണ്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്താനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നിരിക്കെ ആ രാഷ്ട്രീയം സജീവൻ സാറെ ഞാൻ പഠിപ്പിച്ചു തരണ്ടല്ലോ, ജൂനിയർ ആയിട്ടുള്ള ഞാൻ പഠിപ്പിച്ചു തരണ്ടല്ലോ. അപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ആൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആൾ എടുക്കേണ്ട നടപടി ഇതായിരുന്നില്ലല്ലോ. അപ്പം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്ന് ഇതിനകത്ത് രാഷ്ട്രീയ ആരോപണം ഉണ്ടാക്കി ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്ന വ്യക്തിയെ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കാണാനില്ല, ഇൻസ്റ്റാഗ്രാം കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ആ രാഷ്ട്രീയ നിലപാടിലേക്ക് നിയാസ് വരുന്നുണ്ടെങ്കിൽ നിയാസിൻ്റെ പുറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ പുറകിൽ കതറിട്ട ധാരികൾ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങേക്ക് അതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങയുടെ വിശ്വാസം. പക്ഷെ ഞാനത് കൃത്യമായി പറയുന്നു, പ്രേക്ഷകരോടും പറയുന്നു, കോൺഗ്രസിൻ്റെ അകത്തെ ചക്കുളത്തിപ്പോരിൻ്റെ ബാധയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയായിരുന്നു അദ്ദേഹം നടപ്പിലാക്കുന്നെങ്കിൽ ഇതല്ല ചെയ്യുക. പിന്നെ വിജിലൻസോ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ബാക്ക് ഹിസ്റ്ററിയോ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയിരിക്കുന്ന ക്യാബിനറ്റിനകത്ത് എടുത്ത് പരിശോധിക്കാൻ നേരം കിട്ടിയില്ല എന്നൊരു ന്യായം ശ്രീ നിയാസ് പറഞ്ഞ സമയത്ത് അപക്വമായിട്ടുള്ള വാക്കുകൾ എന്നതല്ലേ ബഹുമാനായ ശ്രീ A. സജീവൻ സാർ അങ്ങേ അദ്ദേഹത്തിന്റെ വാക്കിനെ നമ്മൾ കാണേണ്ടത്? അത് തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് സീനിയർ മാധ്യമ പ്രവർത്തകനല്ലേ? 2, അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ് ഈ മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിരിക്കുമ്പോഴാണ് സാർ 12,894 പേർ പനി പിടിച്ച് ബാധിതപ്പെട്ട് കിടക്കുന്നു, ഷിഗല്ല പിടിച്ച് പ്രയാസത്തിൽ കിടക്കുന്നു, അവർക്ക് കൃത്യമായ മരുന്നുകളില്ല, ആശുപത്രികൾ നിറഞ്ഞൊഴുകുന്നു, അത് പ്രൈവറ്റ് ആശുപത്രികളും ഒക്കെ പ്രയാസങ്ങളിൽ പെടുന്നു. അങ്ങനെ എന്ന് പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ ഇടപെടേണ്ട സർക്കാരുകൾ, അതാണ് പ്രധാന കാര്യമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ് PM നിയാസിന് ഊരാളുങ്കൽ സർവീസ് സഹകരണ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ ബഷീർ ഒരു തീരുമാനമെടുത്തപ്പോ അത് തെറ്റാണെന്ന് തോന്നാഞ്ഞത് എന്റെ മദ്യനയത്തിന്റെ കാര്യത്തിനകത്തും PMCയുടെ കാര്യത്തിനകത്തും ഒന്നും അദ്ദേഹത്തിന് കാര്യം തോന്നാഞ്ഞത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിഷയം കൊണ്ടുവരുന്നിടത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ചക്കുളത്തിപ്പോര് തന്നെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ അരുൺകുമാർ കലക്ക് കേട്ടു. അരുൺകുമാറെ പിടിച്ച കൊടിയുടെ പേരിൽ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ സിൻഡിക്കേറ്റ് മെമ്പറായി ഇരുന്നിട്ടാണ് താങ്കൾ ഈ ചരിത്ര പ്രസംഗം കലക്കണത് എന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം അഭിലാഷേ, ഈ നിയാസിന്റെ ഒരു വാദം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ച ഒരു വ്യക്തിയെ ഇലക്ഷൻ കമ്മീഷൻ അയക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നോ? അതാണോ നിയാസിന്റെ വാദം? സജീവൻ സാറേ പറ. അപ്പൊ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന ആളുകളെ വെക്കുന്നില്ല എന്ന് നിങ്ങളവിടെ വാദം വെക്കുമ്പോ അപ്പുറത്തെ വ്യക്തികളുടെ രാഷ്ട്രീയം തേടിപ്പോകുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന നിലപാട് കുറവ് എന്ന് കൃത്യമായി പറയുന്നത്. ജനങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നതല്ല എന്നും പറയുന്നത്. ശരി, ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ A. സജീവൻ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ 2 മാസമായിട്ടുള്ള സർക്കാരാണ്. എടുത്ത തീരുമാനങ്ങളെല്ലാം തിരുത്തുക എന്ന് പറയുന്നത് അതും ഒരു തെറ്റായ, അതല്ലെങ്കിൽ
ദുർബലമെന്ന പ്രതിച്ഛായ നൽകുന്നതാണ് എന്നിരിക്കെ ഈ വിഷയത്തിൽ ലീഗ് ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു. KM ഷാജി ഓപ്പൺ ആയിട്ട് തന്നെ ഇത് കൂട്ടായ തീരുമാനമാണ്, മന്ത്രിസഭയുടെ തീരുമാനമാണ്, അവിടെ ക്വാളിറ്റിയാണ് നോക്കിയത്, ക്വാളിഫിക്കേഷനാണ് നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ നിയാസ് അടക്കം ഉന്നയിക്കുന്ന വിഷയമുണ്ട്. അതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമോ അതൃപ്തിയോ ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ തീരുമാനം മാറുക എന്ന് പറയുന്നത് സാധ്യമാണോ? തീരുമാനം മാറ്റണമോ മാറ്റണ്ടയോ എന്നുള്ള തീരുമാനിക്കുക എന്ന് പറയേണ്ടത്, നിശ്ചയിക്കേണ്ടത് അത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ആണ്. തീർച്ചയായിട്ടും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഈ എടുക്കുന്ന തീരുമാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ ഇവിടെ നടപ്പാവണമെന്നില്ലല്ലോ. അത് നടപ്പാവാതിരിക്കണം എന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തീരുമാനം എന്തിനാണ് എടുത്തിട്ടുള്ളത്, ഈ തീരുമാനം എടുത്തു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അത് നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് LDF എടുത്തുള്ള തീരുമാനത്തെ ശക്തമായിട്ട് എതിർത്ത് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള ആളുകൾ അവിടെ രാഷ്ട്രീയ ബന്ധം ഉദ്ദേശിച്ചാണ്. ആ രാഷ്ട്രീയ ബന്ധം ഉദ്ദേശിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളവർ ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വിമർശിക്കും. പിന്നെ നിയാസിന് അതിൽ വ്യക്തിപരമായ താല്പര്യമാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ നിയാസ് ഉന്നയിച്ച പ്രശ്നം അതിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു പക്ഷേ അവർക്കിടയിലുള്ള ചക്കളത്തി പോരാട്ടമായിരിക്കാം, അല്ലായിരിക്കാം, അതെനിക്കറിയില്ല. യെസ്, അതിൽ ശ്രീകുമാർ, ഈ തീരുമാനം പല തീരുമാനവും പിൻവലിക്കുകയോ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്തു. ഇപ്പോൾ മദ്യനയത്തിന്റെ കാര്യത്തിൽ മദ്യനയം തീരുമാനിച്ചില്ലെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ട് പോയി. UDFന്റെ നയപരമായ തീരുമാനം ഉണ്ടെങ്കിലേ നടപ്പാക്കൂ എന്ന് പറഞ്ഞു. എല്ലാ കാര്യത്തിലും അങ്ങനെ പറ്റുമോ? പറ്റില്ല അഭിലാഷ്. അതിന് ഏത് നിയമനം വന്നാലും അതിനെതിരെ അഭിപ്രായം വരും. അത് CPMന്റെ സ്വഭാവം ഞാൻ വിശദീകരിക്കുമ്പോൾ അരുൺകുമാറിന് ബുദ്ധിമുട്ടാവും. ഞാനൊരു 2 കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞു ഈ ഗവർണറുടെ സർവകലാശാല പറഞ്ഞില്ല. ഞാൻ അഭിപ്രായം പറയട്ടെ. അതായത് റോജി M. ജോണിന്റെ പ്രസ്താവന അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം അത് മറന്നോന്നറിയില്ല. സിദ്ദിഖ് കാർഷിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. ഇനി അത് മാത്രമല്ല, അതായത് നേരത്തെ നിങ്ങൾ അവസാനം കലക്കുന്ന DYFI സ്വഭാവം കാണിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞോട്ടെ. അതായത് കണ്ണൂർ സർവകലാശാലയിലെ ഞാൻ പറയട്ടെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ഗോപിനാഥനെ നിയമിക്കുമ്പോൾ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് എന്താ പറഞ്ഞേ? കണ്ണൂർ എൻ്റെ ജില്ലയാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞാനത് കേട്ടു എന്നല്ലേ. ഇനി അത് മാത്രമല്ല, കണ്ണൂർ സർവകലാശാലയിലെ ഗോൾവാൾക്കറേയും കുറിച്ചും അതുപോലെ സവർക്കറേയും കുറിച്ചും പഠിപ്പിക്കാൻ തീരുമാനിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. എന്നിട്ട് കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശം എന്താ അറിയാമോ? ഈ 2 പേരെയും പഠിപ്പിക്കണം, പക്ഷെ വിശദമായി പഠിപ്പിക്കേണ്ടത് ഗാന്ധിജിയെയും നെഹ്റുവിനെയാണ് എന്നൊക്കെയുള്ള കഥകളൊന്നും മറന്നിട്ടില്ല. ശരി, ഞാനത് ഒരുപാട് തവണ ഡിബേറ്റ് ചെയ്ത വിഷയമാണ്. ശരി പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ എന്ന ഒരു ടോപ്പിക്ക് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരില്ലേ? ശരി, അല്ല നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതിൽ എനിക്കുള്ള ഒരു എതിരഭിപ്രായം, പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് രാഷ്ട്രമീമാംസ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ടോപ്പിക്കായി വന്നാൽ അതിന്റെ സജസ്റ്റഡ് റീഡിംഗ് ആയിട്ട് നെഹ്റുവും ഗാന്ധിയും ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ വരില്ലേ? ഇതൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫീസ് ആണല്ലോ. നമ്മൾ PG അതിനു മുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അക്കാഡമിക്കായ സ്വാതന്ത്ര്യത്തിനെയും രാഷ്ട്രീയമായി കാണുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെയാണത്. അങ്ങനെയല്ല. അതായത് അവരെ പഠിപ്പിക്കണം, പക്ഷെ അവന്റെ ഒപ്പം തന്നെ ഗാന്ധിജിയെയും നെഹ്റുവിനെയും കൂടി പഠിപ്പിക്കണം. അല്ല, ഗാന്ധിജി നെഹ്റു ഒക്കെ സിലബസിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഈ ശരി, ഇനി അല്ല, അപ്പൊ ഇവരെന്ത് വെച്ചാൽ ആ 2 അംഗ കമ്മിറ്റി, ഒന്ന് ഡോക്ടർ ജയപ്രഭാഷ്, ഒന്ന് ഡോക്ടർ KS പവിത്രനാണ്. ആ 2 അംഗ കമ്മിറ്റി കൊടുത്ത ശുപാർശയിൽ ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ? EMSനെ കൂടി പഠിപ്പിക്കണം എഴുതി ചേർത്തു. അതൊക്കെ കഥകൾ ഒരുപാടുണ്ട്. ശരി, അല്ല, വിഷയമല്ല. അപ്പൊ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഫിലോസഫി അല്ലെങ്കിലും EMSനും ഒരുപക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സിന്റെ ഇടയിൽ ഇടം കൊടുക്കാമല്ലോ. എന്തായാലും സമയം അവസാനിച്ചു പൂർണ്ണമായും. വളരെ നന്ദി 4 പേർക്കും 5 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.